ഓപ്പൺ മെഡ് സ്കൂളിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം ഉള്ളത് ദയ ജനറൽ ഹോസ്പിറ്റലിലെ ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ നിഷി റോഷ്നി. ഡോക്ടർ സ്വാഗതം. നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണ് ആർത്തവവിരാമത്തിന് ശേഷം സ്ത്രീകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. എന്താണ് ഈ ആർത്തവവിരാമം? അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ആർത്തവവിരാമം എന്ന് പറയുന്നത്, അതായത് മെനോപോസ് എന്ന് പറയുന്നത് ആർത്തവം പെർമനന്റ് ആയിട്ട് നിൽക്കുന്നതാണ്. അതായത് ആർത്തവം സാധാരണ ആർത്തവവിരാമം സംഭവിക്കുന്നത് 40 വയസ്സിന് മേലുള്ള സ്ത്രീകൾക്കാണ്. 45 വയസ്സിനും 55 വയസ്സിനും ഇടയിലാണ് കൂടുതലായും ഇത് സംഭവിക്കുന്നത്. ആവറേജ് ഏജ് എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു 51 വയസ്സെന്ന് വേണേൽ നമുക്ക് പറയാം. ഒരു 50 വയസ്സ് കഴിഞ്ഞവർക്കാണ് സാധാരണ ആർത്തവവിരാമം കാണാറ് നമ്മുടെ ഇവിടെ. അതായത് ഒരു വർഷത്തോളം ആർത്തവം ഇല്ലാതിരുന്നാല് നമ്മൾ ആർത്തവവിരാമം ഉള്ളതായി കണക്കാക്കും. തുടർച്ചയായിട്ട് ഒരു വർഷം ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ ആർത്തവവിരാമം അഥവാ മെനോപോസ് എന്ന് പറയും. അതായത് 40 വയസ്സിന് 40 വയസ്സിന് ശേഷം. ഓക്കെ. എന്തൊക്കെയാണ് സാധാരണ ഡോക്ടറെ അടുത്ത് വരുന്ന ആൾക്കാരുടെ പരാതികൾ? പിന്നെ ഒരു കാര്യം കൂടെ, ആർത്തവവിരാമം ഈ ഓപ്പറേഷനിലൂടെ 2 അണ്ഡാശയം എടുത്തു കളഞ്ഞാലും ആർത്തവവിരാമം സംഭവിക്കാം. ഇതിനെ സർജിക്കൽ മെനോപോസ് എന്നാണ് പറയുന്നത്. അതായത് ആർത്തവവിരാമത്തിന് കാരണം നമ്മുടെ ഓവറിയുടെ പ്രവർത്തനം കുറയുന്നതിനാണ്, അല്ലെങ്കിൽ ഓവേറിയൻ ഫെയിലർ ആണ് അല്ലേ? ഓവറിയുടെ പ്രവർത്തനം നിൽക്കുന്നതാണ്. ഓക്കെ. എന്തൊക്കെയാണ് സാധാരണ കാണുന്ന കംപ്ലൈന്റ് പരാതികൾ എന്തൊക്കെയാണ്? സാധാരണ കാണുന്ന കംപ്ലൈന്റ് ഹോട്ട് ഫ്ലഷസ് വരാറുണ്ട്. പിന്നെ ചിലർക്ക് ജെനിറ്റോ യൂറിനറി സിൻഡ്രോം എന്ന് പറയും. അതായത് മൂത്രം ഒഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോകണം തോന്നുക, മൂത്രം ഒഴിക്കുമ്പോൾ വേദന അനുഭവപ്പെടുക, മൂത്രം പിടിവിട്ട് കൺട്രോൾ ചെയ്യാതെ പോവുക, അതേപോലെ ചുമയ്ക്കുമ്പോൾ തുമ്മുമ്പം പോവുക, അതുപോലെ തന്നെ യോനി ഭാഗത്ത് വരൾച്ച അനുഭവപ്പെടുക, അവിടെ ഒരു ഇറിറ്റേഷൻ വരിക, ചൊറിച്ചിൽ വരിക, പിന്നെ ലൈംഗിക ബന്ധത്തിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക, ഇതനുഭവിക്കാറുണ്ട്. ഇപ്പൊ ഞാൻ മെനോപോസിന് സമയത്ത് സാധാരണഗതിയിൽ വളരെ ഏറെ പ്രയാസമുള്ള ഒരു കാലഘട്ടമാണ്. അതിലെ ഒരു പ്രധാനപ്പെട്ട സിംറ്റം ആണല്ലോ ഈ ഹോട്ട് ഫ്ലഷസ്. എന്താണ് ഹോട്ട് ഫ്ലഷ്? അതൊന്ന് വിശദീകരിക്കാമോ? ഹോട്ട് ഫ്ലാഷസ് ആർത്തവവിരാമത്തിനോട് അടുപ്പിച്ച് സംഭവിക്കും, ആർത്തവവിരാമത്തിന് ശേഷവും സംഭവിക്കും. ആർത്തവവിരാമം വരണമെന്ന് നിർബന്ധമില്ല, അതിനു മുമ്പ് തന്നെ, അതായത് ഓവറി ഫെയിലായി തുടങ്ങുന്ന സമയം തൊട്ട് തുടങ്ങാം. അതെ. ഇത് എന്നിട്ട് ആർത്തവവിരാമത്തിന് ശേഷം ഇത് ചിലപ്പോ ഒരു 10-20 വർഷം വരെ നീണ്ടു നിൽക്കാം. അതായത് ഒരു 70 വയസ്സിനപ്പുറം ഒരു 10-20% പേർക്ക് ഈ ഹോട്ട് ഫ്ലാഷസ് പോകുന്നുണ്ട്. ഈ ഹോട്ട് ഫ്ലാഷസ് എന്ന് പറയുമ്പോൾ സാധാരണ കാണുന്നത് നെഞ്ചത്ത്, കഴുത്തില്, മുഖത്തില് ഒരു ചൂടിങ്ങനെ പടരുന്നു. അതോടൊപ്പം തന്നെ നെഞ്ച് ക്രമാതീതമായി ഇടിക്കുന്നു, ഹൃദയം ഇടിപെട്ടപ്പെട്ടപ്പെട്ടപ്പെട്ടേന്ന് ഇടിച്ചു തുടങ്ങും. അതേപോലെ ഒരു വല്ലാത്തൊരു ഉത്കണ്ഠ, ഒരു ആകാംക്ഷ വരുന്നു. ആ സമയത്ത് എന്തോ പോലെയാ തോന്നുന്നത്. കുറച്ച് കഴിയുമ്പോൾ ശരീരത്തിന്റെ ചൂട് ഈ സമയത്ത് കൂടും. അത് കഴിയുന്നതോടുകൂടി ഒന്ന് വിയർക്കും. വിയർത്ത് കഴിയുമ്പോൾ ഈ ചൂട് കുറയും. ചൂട് കുറയുന്നതോടുകൂടി ഒരു ഷിവറിങ്, അല്ലെങ്കിൽ ഒരു തണുപ്പ് അനുഭവപ്പെടും. അപ്പൊ പലർക്കും ഇത് ഒരു മാനസിക രോഗത്തിന്റെ ലക്ഷണത്തിലായിരിക്കാം പലപ്പോഴും വരിക. അതായത് പേടി, ഭയം, അങ്ങനെയൊക്കെ വരാറുണ്ട്. അതെ. ഈ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഇപ്പൊ പകൽ സമയത്ത് വരുമ്പോ ഇത് ചിലപ്പോ 1 തൊട്ട് 5 മിനിറ്റ് വരെ ഈ ഒരു ഫ്ലഷസ് നീണ്ടു നിന്നേക്കാം. ഇത് ചിലപ്പോ പലർക്ക് ഒരു 1-2 പ്രാവശ്യം പകല് വന്നു. ഇത് ചിലപ്പോ 1 മണിക്കൂർ കൂടിയിൽ ഇടയിൽ ഇടവിട്ട് വരാം. ചിലർക്ക് ഇത് രാത്രി വരാം. രാത്രി വരുമ്പോ എന്താന്ന് ചോദിച്ചാൽ രാത്രിയിൽ ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ ഞെട്ടി എഴുന്നേക്കും. പിന്നെ അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ അതുപോലെ അവർക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു ആങ്സൈറ്റി, ഉത്കണ്ഠയോടൊപ്പം തന്നെ ഇറിറ്റബിലിറ്റി വരും. ഒരു ഈർഷ്യ, ദേഷ്യം, കോപം. ഇത് വീട്ടിലുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അവരുമായിട്ടുള്ള ഇടപെടലുകളില്, ജോലി സ്ഥലത്തുമായിട്ടുള്ള കൊളീഗ്സുമായിട്ടുള്ള ഇടപെടല്, നമ്മുടെ ജോലിയുടെ ക്വാളിറ്റി കുറയുക, നമ്മുടെ ജീവിത നിലവാരം തന്നെ ബുദ്ധിമുട്ടിലാക്കുന്ന ഒരു അവസ്ഥയാണ് ഈ ഹോട്ട് ഫ്ലഷസ്. അപ്പൊ ശരിക്കും ഈ ഒരു പ്രശ്നം വീട്ടിലുള്ള എല്ലാവരും അറിഞ്ഞിരിക്കണം, അതെ, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ളത്. ഓക്കെ. ഇത് തടയുന്നതിന്, അല്ലെങ്കിൽ കണ്ടമാനം ഉണ്ടെങ്കിൽ, പറഞ്ഞില്ല ചിലർക്ക് 10-20 വർഷമൊക്കെ നീണ്ടു നിൽക്കാമെന്ന് പറഞ്ഞു. സാധാരണ എത്ര വർഷമാണ് കാണുക? ഇതിന് ഡോക്ടറെ എപ്പോഴാണ് കാണേണ്ടത്? എന്തൊക്കെയാണ് ചികിത്സ എന്ന് പറയാം? ഈ ഒരു സാധാരണ ആർത്തവ വിരാമത്തിന് തൊട്ട് മുമ്പുള്ള വർഷങ്ങളിൽ കാണാമെന്ന് പറഞ്ഞു. ആർത്തവം കഴിഞ്ഞതിന് ശേഷം സാധാരണ ചിലർക്ക് ഇത് 5 വർഷമൊക്കെ കാണാം. 5 കണക്കില്ല, എപ്പോ വേണമെങ്കിലും ഇത് കാണാം, നീണ്ടു നിൽക്കാം ആർത്തവ വിരാമത്തിന് ശേഷം. അപ്പൊ ഈ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മളത് സഹിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഒരു ഡോക്ടറെ കണ്ട് ഇതിന്റെ ചികിത്സ എടുക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു, ചിലർക്ക് വണ്ണമുള്ളവർക്ക് ഇച്ചിരി കൂടുതലായിട്ട് ഇത് കാണാറുണ്ട്. അതായത്
അമിതവണ്ണം. അപ്പൊ നമ്മൾ വെയിറ്റ് എപ്പോഴും കുറയ്ക്കണം. വെയിറ്റ് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, ഫുഡ്, ഡയറ്റും എക്സസൈസും വേണം. അപ്പൊ വെയിറ്റ് നമ്മുടെ നിയന്ത്രണ വിധേയമായിരിക്കണം. അതോടൊപ്പം നമ്മുടെ ഭക്ഷണ രീതികൾ, ചിലർക്ക് ഇച്ചിരി സ്പൈസി ഫുഡ് ഇഷ്ടമാണ്, എരിവുള്ള ഭക്ഷണം, മസാല കൂടിയ ഭക്ഷണം, അതുപോലെ കാപ്പിയുടെ അമിത ഉപയോഗം, ഇതൊക്കെ ഈ ഹോട്ട് ഫ്ലഷസിന് ഒരു ട്രിഗർ എന്ന് പറയും. അപ്പൊ ഇതൊക്കെ കുറയ്ക്കണം. പിന്നെ നമ്മുടെ വസ്ത്രം ലൈറ്റ് ആയിട്ടുള്ള കോട്ടൺ ക്ലോത്ത് ഉപയോഗിക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കാറ്റ്, നമുക്ക് ചൂടല്ലേ, അപ്പൊ നമ്മൾ ഫാൻ ഉപയോഗിക്കാം, AC ഉപയോഗിക്കാം. പിന്നെ തണുത്ത വെള്ളത്തിൽ കുളിക്കാം. അതുപോലെ തന്നെ ഭക്ഷണത്തില് സോയ ഭക്ഷണം കൂടുതൽ കഴിക്കാം. ഇപ്പൊ ജീവിതശൈലിയിലെ മാറ്റം കൊണ്ട് ഒരു പരിധി വരെ മാറ്റാൻ സാധിക്കും. ഈ സോയയുടെ കാര്യം പറഞ്ഞതല്ലേ, എന്താണ് ഈ സോയാബീന്റെ ഇമ്പോർട്ടൻസ്? അല്ലെങ്കിൽ സോയ ചങ്ക്, സോയക്കകത്ത് ഫൈറ്റോ ഈസ്ട്രജൻ, നാച്ചുറൽ ഈസ്ട്രജൻ ഉണ്ട്. അപ്പൊ ഈസ്ട്രജന്റെ അളവിലെ വ്യത്യാസവും അഭാവം കൊണ്ടാണല്ലോ ഈ സംഭവിക്കുന്നത്. അപ്പൊ ഈ ഫുഡ് ചിലർക്ക് ഇത് ഹെൽപ്ഫുൾ ആണ്. ഒരു 10-20% ഇതിന്റെ തോതിനെ കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് അത് കഴിക്കുന്നതുകൊണ്ട് നല്ലതാണ്. ഈ മുമ്പേ പറഞ്ഞല്ലോ, അമിതമായിട്ട് പ്രശ്നമുള്ളവർക്ക് ഹോർമോൺ കൊടുക്കുമെന്ന് പറഞ്ഞു. ഈ ഹോർമോൺ കൊടുത്തുകൊണ്ട് പ്രശ്നങ്ങളുണ്ടോ? എത്ര നാളത്തേക്ക് ഇത് കഴിക്കാൻ സാധിക്കും? അതായത് നമ്മൾ ഈസ്ട്രജന്റെ അഭാവമാണ് ഈ ഹോട്ട് ഫ്ലഷസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈസ്ട്രജൻ ഹോർമോൺ കൊടുക്കും. അത് ഏറ്റവും ചെറിയ അളവില് എത്ര നാളത്തേക്കാണോ ഇത് കൊടുക്കാൻ സാധിക്കുക എന്നുള്ളത്, ചിലർക്കൊരു അതിന്റെ തോത് നോക്കിയിട്ട് 3 ആഴ്ച അല്ലെ 3 മാസം അത് നോക്കി കൊടുക്കും. ഡോക്ടർ അതിന്റെ എല്ലാവർക്കും നോക്കിയതിന് ശേഷം തീരുമാനം. ഡോക്ടർമാര് നോക്കി തീരുമാനിക്കും. അപ്പൊ ഈസ്ട്രജൻ എടുക്കാൻ പറ്റാത്തവർക്ക് അതിൻ്റെതായ ചികിത്സയുണ്ട്. ഓക്കെ. വേറെന്തെങ്കിലും ആൾക്കാരോട് പറഞ്ഞു കൊടുക്കാനായിട്ടുണ്ടോ? ഇത് ഈ അതായത് ഈസ്ട്രജൻ എടുക്കേണ്ടവർക്ക് ഈസ്ട്രജൻ കൊടുക്കും. അതായത് ഒരു ഡോക്ടറെ സമീപിച്ച് ഡോക്ടർ അത് വിശദമായി ചോദിച്ച് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, അതായത് വേറെ എന്തെങ്കിലും അസുഖത്തിന് ചികിത്സ എടുക്കുന്നുണ്ടോ, അതൊക്കെ യൂട്രസ് ഉള്ള ആളാണോ അതോ യൂട്രസ് എടുത്ത് കളഞ്ഞ ആളാണോ, ഇതൊക്കെ അനുസരിച്ച് ഈസ്ട്രജൻ കൊടുക്കാൻ പറ്റാത്തവർക്ക് വേറെ ഹോർമോൺ ചികിത്സയുണ്ട്. അതായത് നോൺ ഹോർമോണൽ ചികിത്സ എന്ന് പറഞ്ഞാൽ ഹോർമോൺ ഇല്ലാത്ത ചികിത്സയുണ്ട്. ഇത് നമുക്ക് എത്രയും ചുരുങ്ങിയ കാലത്തേക്ക് ചുരുങ്ങിയ ഡോസിൽ, സേഫ് ആയ ഡോസിലാണ് ഇത് കൊടുക്കാറ്. അതായത് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ ഹോർമോൺ ചികിത്സ പാടില്ല. ഓക്കെ. ഹോർമോൺ ആണെങ്കിലും നോൺ ഹോർമോണൽ ട്രീറ്റ്മെന്റ് ആണെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് ആ വ്യക്തിക്ക് ഉചിതമായ ട്രീറ്റ്മെന്റ് കൊടുക്കണം. അപ്പൊ ഇത് ഉള്ളവരെ ഒരിക്കലും ഇത് ആർത്തവത്തിന് ശേഷം ഇത് എല്ലാവർക്കും കാണുന്നതാണ് എന്ന് വിചാരിക്കാതെ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഡോക്ടറെ കണ്ട് വേണ്ട ചികിത്സ എടുത്താൽ ഇതിന് പ്രതിവിധി. എന്താണെങ്കിലും ഇന്നത്തെ വിഷയം ആർത്തവവിരാമം, അതോടനുബന്ധിച്ചിട്ടുള്ള ഹോട്ട് ഫ്ലഷസ് എന്നതിനെ പറ്റി ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്ത ഡോക്ടർക്ക് നന്ദി. താങ്ക് യു.